നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ്. ഓസ്ട്രേലിയയിൽ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണമൊക്കെ നമ്മൾ കണ്ടു. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലുമൊക്കെയുമാണ്. ഇത്രയും സ്നേഹം നൽകിയ ഇന്ത്യൻസിനെ അവിടുത്തെ ഭരണകൂടം പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. വിക്ടോറിയ സന്ദർശന വേളയിൽ സംസ്ഥാനത്തിന്റെ നിലവിലെ പ്രീമിയർ ജസീന്ത ആലൻ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ പരാമർശം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ്, ചർച്ചയാവുകയാണ്. അപ്പോൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് നമ്മൾ ഇന്നത്തെ ഹൈ ഫൈവ്. വിക്ടോറിയ ലവ്സ് ഇന്ത്യ. അൽത്താഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. അൽത്താഫ്, ഗുഡ് ഈവനിങ്. ഇപ്പം ജസീന്ത പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടങ്ങി. ഇപ്പോൾ 2024 അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് വ്യാപാരം, വിദ്യാഭ്യാസം, നിക്ഷേപം എന്നിങ്ങനെ ഈ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്ന ഒരുപാട് ധാരണകളുമായിട്ടാണ് മടങ്ങിയത്. ആ സന്ദർശനത്തിന്റെ ഭാഗമായി ഏകദേശം 2000 പുതിയ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും മാത്രമല്ല, സംസ്കാരത്തിലും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ ഇന്ത്യയും വിക്ടോറിയയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുകയായിരുന്നില്ലേ ജസീന്ത? ഗുഡ് ഈവനിങ് സേതു. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 6-ാം തീയതി മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. ആ ഘട്ടത്തിലാണ് വിക്ടോറിയയിൽ നടന്ന ചടങ്ങിൽ ജസീന്ത ആലൻ പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ ഇന്ത്യയും ഒരുപാട് തരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം വെളിപ്പെടുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ജസീന്ത ആലൻ പറഞ്ഞതുപോലെ തന്നെ 2024 അവർ വിക്ടോറിയയിലെ പ്രീമിയർ ആയ ശേഷം ആദ്യമായിട്ട് സന്ദർശിച്ചത് ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് സേതു പറഞ്ഞതുപോലെ തന്നെ 2000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതേപോലെ അന്താരാഷ്ട്ര കബഡി മത്സരമടക്കമുള്ള സംഭവങ്ങൾ ധാരണയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സംഭവങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് ജസീന്ത ആലൻ ആ ഒരു വേദിയിൽ സംസാരിച്ചിട്ടുള്ളത്. ആ വേദി എന്ന് പറയുന്നത് മെൽബണിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ, അല്ലെങ്കിൽ വിക്ടോറിയയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ജസീന്ത ആലൻ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ളത്. ജസീന്ത ആലൻ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്നത് വിക്ടോറിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ എന്നുള്ള ഒരു സ്വത്വബോധത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ള ഒരു ബോധത്തിൽ തന്നെ ആളുകൾക്ക് ഇവിടെ താമസിക്കാനാകും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ഇന്ത്യക്കാരനായിട്ടും അതേപോലെ തന്നെ വിക്ടോറിയനായിട്ടും അല്ലെങ്കിൽ ഓസ്ട്രേലിയനായിട്ടും ഒരേ രൂപത്തിൽ തന്നെ താമസിക്കാനാകും എന്നുമടക്കം ജസീന്ത ആലൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ജസീന്ത ആലൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കേവലം വ്യാപാര ബന്ധമുള്ള അല്ലെങ്കിൽ വ്യാപാര കരാറിലെത്തിയിട്ടുള്ള ആ തരത്തിലുള്ള ഒരു രാഷ്ട്രം മാത്രമല്ല, മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് ജസീന്ത ആലൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വിക്ടോറിയ സന്ദർശിച്ച അല്ലെങ്കിൽ ഓസ്ട്രേലിയ സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് ജസീന്ത ആലൻ നന്ദി പറയുന്ന കാഴ്ചയും അവിടെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ഒരു വേദിയിൽ ഏകദേശം 30,000-ഓളം ഇന്ത്യക്കാരായിരുന്നു പങ്കെടുത്തിട്ടുള്ളത്. ആ 30,000-ഓളം ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ആ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള 30,000-ഓളം പേർ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ വിക്ടോറിയയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് കൂടി പറയുന്നു എന്നും ജസീന്ത ആലൻ ഈ ഒരു പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി. കൂടാതെ ഓസ്ട്രേലിയ സന്ദർശിച്ച പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ച വാർത്ത ഓസ്ട്രേലിയൻ പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ തരത്തിലാണ് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. ദി ഓസ്ട്രേലിയ അടക്കമുള്ള പ്രമുഖ പത്രം 1-ാം പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി. കൂടാതെ ജസീന്ത ആലനക്ക് പുറമെ ഓസ്ട്രേലിയൻ പ്രസിഡന്റും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഞങ്ങൾ ഇന്ത്യയെ ബഹുമാനിക്കുന്നു എന്ന കാര്യങ്ങളടക്കം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുകയുണ്ടായി. ഈ പറഞ്ഞതുപോലെ തന്നെ ജസീന്ത ആലൻ പറഞ്ഞിട്ടുള്ള കാര്യം സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഈ പറയുന്ന ജസീന്ത ആലൻ്റെ 4 മിനിറ്റോളം നീളുന്ന പ്രസംഗം വലിയ ചർച്ചയും പ്രചാരവും നേടിയിട്ടുണ്ട്. സേതു.